അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷകൾ കൈവിടാതെ പടച്ചവനിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന ഒരു മജ്ലിസാണിത്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെ പരിഹരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്ന മജ്ലിസാണ്. ഇന്തിളാറുൽ ഫർജ് ഇബാദ. ഒരു പ്രയാസം വരുമ്പോൾ അത് നീങ്ങി കിട്ടണമേ എന്ന് പ്രതീക്ഷിക്കുന്നത് ഇബാദത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചിന്തിച്ചോ? അസുഖം വന്നു, ഇതുവരെ മാറിയിട്ടില്ല, എന്റെ അസുഖം അല്ലാഹു മാറ്റിത്തരും എന്ന് ഒരു പ്രശ്നത്തെ, ഒരു പ്രയാസം, ആ പ്രയാസം നീങ്ങിക്കിട്ടും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇബാദത്ത്. ഇന്തിളാറുൽ ഫർജ് ഇബാദ. ഒരു പ്രയാസം നീങ്ങിക്കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് ആരാധനയാണ്, ഇബാദത്താണ്. മക്കൾക്ക് മക്കളായില്ല, വേറെ കുട്ടിയായിട്ടില്ല, എന്റെ മകൾക്ക് ഇതുവരെ കുഞ്ഞായില്ലല്ലോ റബ്ബേ, നീ നൽകുമെന്നാണ് പ്രതീക്ഷ. സക്കരിയാ നബിക്ക് നീ കൊടുത്തില്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാമിന് കൊടുത്തില്ലേ, ഞാനിതാ ദുആ ചെയ്യുന്നു റബ്ബേ, ഞാൻ സ്വതക്ക ചെയ്യുന്നു, ദാനധർമ്മം ചെയ്യുന്നു, പടച്ചവനെ നിന്റെ കുട്ടിക്ക് നീ കുഞ്ഞിനെ കൊടുക്കണേ. ഉമ്മ ദുആരക്കാണ്, മകന് വേണ്ടി, മകൾക്ക് വേണ്ടി. ആ കുഞ്ഞാകുന്നവരെ പ്രതീക്ഷിച്ചു നിൽക്കാൻ. ആ സെക്കൻഡുകൾ മുഴുവൻ ഇബാദത്ത്. ജോലി ശരിയായിട്ടില്ല, കച്ചവടം ശരിയായിട്ടില്ല, പൈസ കുറെ നഷ്ടമായിട്ടുണ്ട്, കടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എന്റെ കടമല്ലാഹു വീട്ടിത്തരും, എന്റെ കടമല്ലാഹു വീട്ടിത്തരും, അല്ലാഹു എന്നെ കൈവിടില്ല എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും ഇബാദത്ത്. അതുകൊണ്ട് മുഅ്മിനെ പ്രയാസപ്പെട്ട്, സങ്കടപ്പെട്ട്, ടെൻഷൻ അടിച്ച് നടക്കരുത്. ഇന്തിളാറുൽ ഫർജ്. അല്ലാഹു അതെനിക്ക് റാഹത്താക്കി തരും എന്ന് പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഓരോ സെക്കൻഡും ഇബാദത്താണ്. പിന്നെ നമുക്ക് വരുന്ന പ്രയാസമല്ലല്ലോ, അത് ആശ്വാസമല്ലേ. ഓരോ സെക്കൻഡും അത് പ്രതിഫലം നൽകുമെങ്കിൽ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഉസ്താദ്മാർക്കുണ്ട്, എല്ലാവർക്കുണ്ട്. അള്ളാഹു അതൊക്കെ സാധിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെ നീക്കി തരട്ടെ, ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ. വഅഫ്ളലുൽ ഇബാദത്തി ഇന്തിളാറുൽ ഫർജ്. പുണ്യനബി തങ്ങൾ പറയുന്ന ഹദീസാണിത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി ഉദ്ധരിച്ചു. വഅഫ്ളലുൽ ഇബാദ. നമ്മുടെ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഇന്തിളാറുൽ ഫർജ്. നമ്മുടെ പ്രയാസം നീങ്ങിക്കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്തിളാറുൽ ഫർജ്. അതുകൊണ്ട് ഇനി ആരും ഒരു പ്രയാസം വരുമ്പോൾ പരാതി പറയരുത്. ഒരു പ്രയാസം, നമ്മുടെ മക്കളുടെ പ്രയാസം, കല്യാണം കഴിച്ചു കൊടുത്താൽ പ്രയാസം, കഴിക്കുന്നതിന് മുമ്പ് പ്രയാസം, കല്യാണം പ്രായമാകുന്നത് വരെ ടെൻഷൻ, മക്കളായില്ലെങ്കിൽ അതിന്റെ ടെൻഷൻ, ആയിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലതും സംഭവിച്ചാൽ ടെൻഷൻ. ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടവനാണ് മനുഷ്യ നീ എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അങ്ങനെയാണ്. എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യൻ ടെൻഷനിലാണ്, നാളത്തെ കുറിച്ചുള്ള ഭീതിയിലാണ്. പേടിക്കുന്നത് ഭരണാധികാരികളെയാണ്, പേടിക്കുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളെയാണ്, പേടിക്കുന്നത് അല്ലാഹുവിനെയല്ല. നമ്മൾ കൊറോണയെ വല്ലാണ്ട് പേടിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെയല്ലേ പേടിച്ചത്. അപ്പോഴൊക്കെ പേടിച്ചത് കൊറോണയെ, വൈറസിനെ പേടിച്ചത്. നമ്മൾ അല്ലാഹുവിനെ പേടിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോയേനെ. ആ പേടിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലാഹുവിനെ അത്രയ്ക്ക് പേടിച്ചിരുന്നെങ്കിൽ, യാ റബ്ബ്.